ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 33-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. ഇന്ന് നമ്മുടെ ധ്യാന വിഷയം കർത്താവിന് ആവശ്യമുള്ള വിശ്വാസികളുടെ യോഗ്യതകൾ. കർത്താവ് എടുത്ത് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ യോഗ്യതകൾ. ദൈവത്തിന് സ്തോത്രം. അവരുടെ 4 ലക്ഷണങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയം. 4 types of men desperately needed by God. കർത്താവിന് കൂടിയേ തീരൂ. അതിനാവശ്യമായിരിക്കുന്ന 4 യോഗ്യതകൾ എന്തെല്ലാമാണ്? ഓർമ്മ വയ്ക്കുവാൻ എളുപ്പത്തിനായിട്ട് 4 ഇംഗ്ലീഷിലുള്ള എസ്സുകൾ, എസ് എന്ന വാക്കിൽ തുടങ്ങുന്ന, പദത്തിൽ തുടങ്ങുന്നതായ 4 വാക്കുകൾ. 1, ആദ്യം ആവശ്യമായിരിക്കുന്ന ഒരു വിശ്വാസിക്ക് വേണ്ട യോഗ്യത സെയിൻസ്, SAINTS, വിശുദ്ധന്മാർ. യഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിൻ്റെ അതിർത്തിക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആലയം എന്ന് പറയുന്നത് തന്നിനായിരിക്കുന്ന പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. യു ആർ ദി ടെമ്പിൾ ഓഫ് ദി ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ ദൈവം മെനഞ്ഞതായ മന്ദിരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ദി പേഴ്സണൽ ഇൻഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഹോളി ഗോഡ്. ആ ഒരു വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്ന യോഗ്യത അതിൻ്റെ പരിസരം മുഴുവൻ അതിവിശുദ്ധമായിരിക്കണം. വിശുദ്ധമല്ല, ദി മോസ്റ്റ് ഹോളി. അടുത്ത വാക്യം. അതെ, ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. അതിൻ്റെ അകവും അതിൻ്റെ പരിസരവും മുഴുവൻ വിശുദ്ധമായിരിക്കണം. വളരെ ഗൗരവത്തോടെ ദൈവമക്കൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ദൈവപൈതലിന്റെ സമ്പത്തായിരിക്കണം, ധനമായിരിക്കണം, വാസ്തവത്തിൽ മുതലായിരിക്കണം. ദൈവമക്കളെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി? ഉള്ളറയെല്ലാം പരിശുദ്ധമാണോ? അകവും പുറവും ദൈവം സന്തോഷിക്കുന്ന വിധത്തിലാണോ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്? പത്രോസിലെ ഒരു കൽപ്പന പോലെ പറഞ്ഞു തരുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം, ലേവ്യ 11:44-45. 1 പത്രോസ് 1:15. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. സകല നടപ്പിലും വിശുദ്ധരാകുവീൻ. ദൈവത്തിന്റെ കൽപ്പനയാണ്. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങളെ വിശുദ്ധിയിൽ തന്നെ കാക്കണമെന്നല്ല പറഞ്ഞത്. സകല നടപ്പിലും നിങ്ങളെ തന്നെ വിശുദ്ധരാക്കുവീൻ. അത് ലേവ്യ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 44-45 വാക്യങ്ങൾ ഇത് പറയുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരും നിഷ്കളങ്കരും പരമാർത്ഥികളുമായിരിക്കണം. നമ്മളുടെ ആകെ സമ്പത്ത് അതായിരിക്കണം. നമ്മുടെ പ്രാഗൽഭ്യം അതായിരിക്കണം. ആരും എന്തും പറയട്ടെ, കറ തീണ്ടാത്തതായ ഒരാളത്വത്തിൻ്റെ ഉടമ, ലോകത്തിലുള്ള യാതൊന്നിനായാലും കളങ്കം പറ്റാത്ത ജീവിത വിശുദ്ധി. 2 കൊരിന്ത്യർ 2:15 പറയും, യേശുക്രിസ്തുവിൻ്റെ മണമുള്ളതായ ദൈവമക്കൾ. ദൈവത്തിന് മഹത്വം. 2 കൊരിന്ത്യർ 2:15.
രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദ സ്വീറ്റ് പെർഫ്യൂം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എവിടേക്കാണത്? രക്ഷിക്കുന്നവരുടെ ഇടയിൽ നശിക്കുന്നവരുടെ ഇടയിലും. നമ്മെക്കുറിച്ച് കുറ്റം വിധിക്കുവാൻ, കാരണം കണ്ടെത്തുവാൻ നോക്കുന്നതായ വ്യക്തികളുടെ മധ്യത്തിലും, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ മധ്യത്തിലും ദൈവമക്കളെ, നമ്മൾ സമ്പൂർണ്ണ വിശുദ്ധിയോടെ നമ്മുടെ ജീവിതത്തെ കാക്കണം. മൂടുപടം നീങ്ങിയ മുഖത്തെ കർത്താവായി യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന വിശുദ്ധ മക്കളായിരിക്കണം. മിറേഴ്സ് ദാറ്റ് ബ്രൈറ്റ്ലി റിഫ്ലെക്ട്സ് ദി ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവമക്കൾ, വലിയ കൊതിയോടെയാണ് പാവപ്പെട്ട അടിയൻ ഈ കാര്യങ്ങൾ നിങ്ങളെ തെര്യപ്പെടുത്തുന്നത്. ഓരോ വിശ്വാസിയും കറ തീണ്ടാത്തതായ വ്യക്തികളായി നിൽക്കണം, സുപ്രവസ്ത്രധാരികളായി നിൽക്കണം. സ്വർഗത്തിൽ ചെല്ലുന്ന ദൈവമക്കളുടെ യോഗ്യത ഏതാണ്? ഇവരെവിടെ നിന്ന് വരുന്നു? ഇവർ മഹാകഷ്ടങ്ങളിൽ നിന്ന് വന്നവർ. പക്ഷെ യോഗ്യത ഉണ്ട്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെടിപ്പാക്കിയവർ. ദൈവമക്കളെ, ഇന്ന് കറയുണ്ടോ? അശുദ്ധി പറ്റിയിട്ടുണ്ടോ? കളങ്കം തീണ്ടിയിട്ടുണ്ടോ? യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സകല പാപം പൊക്കി ശുദ്ധീകരിക്കുന്ന കുഞ്ഞാടിൻ്റെ തങ്കച്ചോര. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കുരിശിൻ ചോട്ടിലേക്ക് നിങ്ങളൊന്ന് വന്നേ. ഒരു പോയിന്റ് പറഞ്ഞു വിടാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. രക്തം പുരണ്ടതായ വചനം തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കുഞ്ഞാടിൻ്റെ രക്തത്തിന് മോചിക്കുവാനും കഴുകുവാനും സാധ്യമല്ലാത്ത പാപം ചെയ്തവരായി ആരും ഇവിടെ വന്നിട്ടില്ല. ആഗ്രഹത്തോടെ, കർത്താവേ, കറ പറ്റിപ്പോയി, എനിക്ക് ഹിമത്തേക്കാൾ വെണ്മയാകണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഉള്ളം തൊട്ട് അനുതാപത്തോടെ പ്രാർത്ഥിച്ച് വിശുദ്ധിക്ക് വേണ്ടി കൊതിച്ചുകൊണ്ട് ഒരു ദൈവവൈതൽ മോചനശക്തിയുള്ളതായ തങ്കച്ചോര വാർന്നൊലിക്കുന്ന ക്രൂശിൻ ചോട്ടിലേക്ക് വന്ന് വിശ്വാസത്തിൻ്റെ കരങ്ങളുടെ കൊണ്ട് ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്ന് കഴുകിത്തന്നാൽ എൻ്റെ ജീവിതം ഞാൻ തുടർന്ന് വിശുദ്ധിയോടെ കാത്തുകൊള്ളാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ ദൈവത്തിനോ സ്തോത്രം, പുനതമ്പരാ നിങ്ങളെ സമ്പൂർണമായി കഴുകിത്തരും. എല്ലാ രംഗത്തും സകല നടപ്പിലുമെന്നാണ് പറഞ്ഞത്. തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ അത് വളരെ വ്യക്തമായി തീമോത്തിയോസിനെ ഓർപ്പിക്കുന്നുണ്ട്. 1 തീമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. യൗവനമാണ്. യൗവനമോഹങ്ങൾ വരാം. അനേക പാപകാമ വികാരങ്ങൾ ചീത്തയാക്കുവാൻ വേണ്ടി ഓടിക്കയറി വരാൻ ഉദ്യമിക്കും. പക്ഷേ സകല നടപ്പിലും നിർമ്മലനായിരിക്കണം. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? ദൈവത്തിന് സ്തോത്രം. ദൈവമെടുത്ത് ഉപയോഗിക്കണോ? വാക്കുകളുടെ കസത്തൊന്നുമല്ല ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ സുഗന്ധം മണക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എലിയോട്ട് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ ഇപ്രകാരം ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശനശാലയാണ് വിശ്വാസിയുടെ ശരീരം. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയെ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശനശാല. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, എന്നെ കാണുന്നവർ യേശുവിനെ കാണട്ടെ, യേശുവിൻ്റെ സ്വഭാവം ദർശിക്കട്ടെ. അത് കണ്ട് ദൈവത്തെങ്കിലേക്ക് അനേകർ ഓടി വരട്ടെ. 1-ാമത്തെ യോഗ്യത എന്താണ്? വിശുദ്ധിയാണ്. നിങ്ങൾ തീരുമാനിച്ചോ, ഇന്നു മുതൽ ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമെന്ന്? 2-ാമത്തെ യോഗ്യത എന്താണ്? യെഹെസ്കേൽ 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. ദൈവം അന്വേഷിക്കുന്നത് ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു വിശുദ്ധനെയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? സപ്ലിക്കേറ്റേഴ്സ്, ഇന്റർസെസേഴ്സ്, ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നശിച്ചു പോകുന്ന വിശ്വാസ സമൂഹത്തിനു വേണ്ടി ഇടനില നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വിശ്വാസ വീരന്മാർ. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലും അതേ ആശയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ,
കർത്താവായി യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ദൈവമേ, ഈ ദേശത്തോട്, ഈ കൂട്ടായ്മയിലെ ദൈവമക്കളോട്, എൻ്റെ കുടുംബത്തിലുള്ളവരോട് കർത്താവേ കരുണ കാണിക്കണമേ, ഞാൻ അവർക്ക് വേണ്ടി വിശുദ്ധിയെ തികച്ച് നിന്നുകൊള്ളാം എന്ന് ഇടിവിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സപ്ലിക്കേറ്റേഴ്സ് വേണം, ഇന്റർസെസേഴ്സ് വേണം, ഇടനില നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരന്മാര്, മധ്യസ്ഥ അർപ്പിക്കുന്ന ദൈവമക്കൾ. 2 കൊരിന്ത്യർ 7:3. കുറ്റം വിധിപ്പാനല്ല, കുറ്റം വിധിപ്പാനല്ല ഞാനിത് പറയുന്നത്, ആ ഒരുമിച്ച് മരിപ്പാനും ഒരുമിച്ച് ജീവിപ്പാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. മറ്റുള്ളവരുടെ കുറ്റം കണ്ട് അവരെ വിധിക്കാനല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ വളരെ വ്യക്തമായ ഒരു ഉദാഹരണം മോശയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ 32-ാം അധ്യായത്തിന് 30 മുതൽ 32 വരെ ജനത്തിനു വേണ്ടി കണ്ണുനീരോടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനേക രംഗങ്ങൾ മോശയുടെ ജീവിതത്തിൽ നമുക്ക് ദർശിപ്പാനായിട്ട് സാധിക്കും. വായിച്ച് 32-ന്റെ 30 മുതൽ 32 വരെ. പിറ്റേന്നാൾ മോശ, നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുന്നു, നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും. ആ പക്ഷേ നിങ്ങളുടെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകുമെന്ന് പറഞ്ഞു. ദൈവത്തിന് ദൈവസന്നിധിയിൽ ഇടനില നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി അവരെ നശിപ്പിക്കല്ലേ എന്നുള്ള മധ്യസ്ഥയുമായി മോശ ധൈര്യമായി ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. വായിക്കാം. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു. ഓ, ജനത്തോടുള്ളതായ സ്നേഹം, അവരെ നശിപ്പിക്കല്ലേ. ഈ ജനം കൊടിയ പാപമാണ് ചെയ്തിരിക്കുന്നത്. ദൈവത്തോട് മത്സരിച്ചു, ദൈവദാസനോട് മത്സരിച്ചു, മറുതലിക്കുന്നു. അവർ കൊടിയ പാപം ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ ജനം മഹാപാതകം ചെയ്തു, പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. ഓ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മോശ ഇറങ്ങി വന്നപ്പോൾ കണ്ട വേദനാജനകമായ കാഴ്ചയാണ്. പൊന്നുകൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കി അതിന് ചുറ്റും നൃത്തം ചെയ്ത് അതിനെ ആരാധിക്കുകയാണ്. നന്ദിയില്ലാത്ത ജനം, ദൈവഭയമില്ലാത്ത ജനം, അവരെ നശിപ്പിക്കരുതേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആ മധ്യസ്ഥ പ്രാർത്ഥന അത് ഈ കാലഘട്ടത്തിലും ആവശ്യമാണ്. ആരും അറിയണ്ട, സ്റ്റേജിലൊന്നും വിളങ്ങണ്ട, പ്രവർത്തന രംഗത്തൊന്നുമില്ല. മുട്ടുപൊട്ടുന്ന ഒരു കൂട്ടം വിശ്വാസികൾ. അത് സ്ത്രീകൾക്കാകാമല്ലോ, രോഗക്കിടക്കയിൽ കിടക്കുന്നവർക്കാകാമല്ലോ, സുഖമില്ലാതെ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നവർക്കാകാമല്ലോ. ദൈവമക്കളെ, പ്രാർത്ഥിക്കുക. വേലക്കാരായ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പൗലോസ്ലീഹ അതിന്റെ പ്രകടമായൊരു ഉദാഹരണമാണ്. റോമർ 9-ാം അധ്യായം എടുത്ത് 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ. റോമർ 9-ന്റെ 1 മുതൽ 3 വരെ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. വായിച്ചു. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുണ്ട്. അത് പൗലോസ്ലീഹയുടെ പാപത്തെ കുറിച്ചല്ല, എനിക്ക് ഹൃദയത്തിൽ വലിയ ദുഃഖവും ഇടപെടാതെ വേദനയുമുണ്ട്. എന്തിനെ കുറിച്ച്? ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. എൻ്റെ ചാർച്ചക്കാര്, എൻ്റെ ബന്ധുമിത്രാദികള്, എൻ്റെ അയൽക്കാര്, അവർക്ക് വേണ്ടി ശാപഗ്രസ്തരായാലും വേണ്ടില്ല, അവരോടൊന്ന് കരുണ കാണിക്കണമേ എന്ന് ഇടനില നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹം പൗലോസ്ലീഹയിൽ നിറഞ്ഞു നിന്നിരുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബക്കാർ ദൈവത്തോടും ദൈവത്തിൻ്റെ മക്കളോടും പരിശുദ്ധാത്മാവോടും മറുതലിക്കുന്നവരാണോ? അവിശ്വാസികളാണോ? ദൈവം വേണ്ടാന്ന് വിചാരിച്ച് ലോക ജഡമനുഷ്യരായി ജീവിക്കുന്നവരാണ്? കണ്ണുനീരോടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക ദൈവമക്കളെ. പ്രാർത്ഥനയുടെ ശക്തി വലുതാണ്. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വം. 10-ാം അധ്യായത്തിന്റെ അതിന്റെ തന്നെ 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ച്. 10-ാം റോമർ 10-ന്റെ 1. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയ വാഞ്ചയും. ഓ, ഹൃദയത്തിന്റെ വാശ. നാശത്തിലേക്ക് പോകുന്ന ഈ ദൈവമക്കളെ കണ്ട് ഉള്ളം നൊന്ത് വേദനിച്ച്, അയ്യോ നരകം കാണാൻ അവിടെ വിടരുതേ, അവരെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നയിക്കണമേ എന്നുള്ള ഹൃദയവാഞ്ചിയോടുള്ളതായ പ്രാർത്ഥന. വീണ്ടും നമുക്ക് വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഞാൻ വളരെ കൊതിയോടെയാണ് ഈ കാര്യങ്ങൾ നിങ്ങളെ ആവർത്തിച്ച് ഓർപ്പിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ ഇത് കേട്ട് എഴുന്നേറ്റ് വരണം. എനിക്ക് മറ്റൊരു രംഗത്തും പ്രവർത്തിക്കാനോ കഴിവില്ല, അതിന് സമയമില്ല. ദൈവമക്കളെ, രാത്രിയുടെ ഏകാന്തതയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അല്പസമയം കിട്ടുമ്പോൾ ദൈവത്തിനോ സ്വതന്ത്രം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലേ? ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലേ? നാശത്തിലേക്ക് പോകുന്ന മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലേ? ദൈവമക്കൾക്കും വേലക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലേ? ദൈവത്തിന് മഹത്വം, രക്ഷയുടെ സന്തോഷത്തിലേക്ക് അനേകർ കടന്നു വരട്ടെ. 9-ന്റെ 1 വായിച്ച് യിരെമ്യാ. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന്
എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ജനത്തിനു വേണ്ടി കരയേണ്ടതിന് വറ്റാത്ത നീരുറവ് പോലെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകട്ടെ. പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരുണ്ടോ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? അവിടെ സ്വാർത്ഥതയില്ല, അവിടെ നിസ്വാർത്ഥമായിരിക്കുന്ന സ്നേഹമാണ്. നന്ദിയോടെ സ്തോത്രം. അവിടെ ദൈവമക്കളെ അറിയപ്പെടണമെന്ന് ഒന്നുമില്ല, അവിടെ ഒരു സ്വയമില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ അലമുറ കരയുന്ന വിശ്വാസികളുടെ ഒരു സമൂഹം. ദൈവമക്കളെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. സപ്ലിക്കേറ്റേഴ്സ് വളരെ ആവശ്യമാണ്, ഇന്റർസെസേഴ്സ് വളരെ ആവശ്യമാണ്. ഇടനില നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി അഭയാചന ചെയ്യുന്ന വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആരാണ്? ഒന്ന് സെയിൻസ്, രണ്ട് സപ്ലിക്കേറ്റേഴ്സ്. മൂന്നാമത്തെ കാര്യം എന്താണ്? ലൂക്കോസ് 10:2-3 കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ദൈവത്തിന് സോൾ വിന്നേഴ്സ്, ദൈവത്തിന് സ്തോത്രം. സെയിൻസ് വിശുദ്ധന്മാർ, സപ്ലിക്കേറ്റേഴ്സ് ഇടനില നിന്ന് പ്രാർത്ഥിക്കുന്നവർ. 3 ദൈവത്തിന് ആവശ്യമുള്ള ആരാണ്? സോൾ വിന്നേഴ്സ്, ആത്മാക്കളെ നേടുവാൻ തലയും അരയും മുറുക്കി ഓടുന്നവർ. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സോൾ വിന്നിങ്, that's the greatest job in this earth. ഏറ്റവും വിലയേറിയതായ ഒരു ദൗത്യമാണ്, ഒരു വേലയാണ് ആത്മാക്കളെ നേടുക. ഈ ലോകത്തിൽ നമ്മൾ പണം നേടുന്നുണ്ട്, ആരോഗ്യം നേടുന്നുണ്ട്, സമ്പത്ത് നേടുന്നുണ്ട്, വിദ്യാഭ്യാസം നേടുന്നുണ്ട്, വീട് നേടുന്നുണ്ട്, വാഹനം നേടുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്, തീർന്നില്ല ഇവിടെയെല്ലാം. മരണത്തോടുകൂടി ശവക്കുഴിയിലെല്ലാം തീരുകയല്ലേ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ശവക്കുഴിക്കപ്പുറം നിലനിൽക്കുന്ന എന്ത് നിങ്ങൾ നേടി? എത്ര ആത്മാക്കളെ നേടി? ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കൊരിന്ത്യർക്ക് 1 ലേഖനം എടുത്ത് 1 കൊരിന്ത്യർ 9 19 പൗലോസ് ആ 9 വളരെ വ്യക്തമായി പറയുന്നത് സുവിശേഷ വേലയുടെ പ്രാധാന്യമാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടമെന്നാണ് പറയുന്നത്. 9:19 ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടണം. ദൈവത്തിന് സ്തോത്രം. 1-2 പേരെ പോരാ. ദൈവമക്കളെ, ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, ചങ്കത്ത് കൈവച്ച് ആത്മാർത്ഥമായി എന്നിൽ കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ആഴക്കുഴിയിൽ നിന്ന് എത്ര പാപികളെ രക്ഷിക്കുവാൻ തക്കൊണ്ട് ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. തടവിലായിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച് എൻ്റെ മകനായിരിക്കുന്നു ഒനേസിമോസ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് എത്ര പേരെ കുറിച്ച് അങ്ങനെ പറയുവാനായിട്ട് സാധിക്കും? ഞാൻ ഭയത്തോടെ നിങ്ങളോട് പറയുകയാണ്, ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന അനേക കാര്യങ്ങൾ നിങ്ങൾ നേടി, നിത്യതയ്ക്ക് എന്ത് മുതൽകൂട്ട് നിങ്ങൾ ഉണ്ടാക്കി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജോൺ നോക്സ് വളരെ വ്യക്തമായി പറഞ്ഞു, ഗീവ് മീ സ്കോട്ട്ലൻഡ് ഓർ ഐ വിൽ ഡൈ പ്രേയിങ്. എൻ്റെ ദേശമായിരിക്കുന്ന സ്കോട്ട്ലൻഡിൽ നാശത്തിലേക്ക് പോകുന്ന ദൈവമക്കളെ, ദൈവമേ ജീവൻ കൊടുത്ത് നീ രക്ഷിക്കണമേ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും മരിക്കും. അങ്ങനെ കുറെ ദൈവമക്കൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ അതാ ദേശത്തുണ്ടായിരുന്നുവെങ്കിൽ. ദൈവമക്കളെ, അലൻ റെഡ്പാത്ത്, അദ്ദേഹം വലിയ പാപമൊന്നും കൂടാതെ ജീവിച്ചു, വിശുദ്ധനാണ്. ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് വരും, സാമാന്യ മര്യാദക്കാരനായിട്ട് ജീവിച്ചു. വാർദ്ധക്യത്തിലെത്തി അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരണക്കിടക്കയിൽ കണ്ണുനീരോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൈ സോൾ ഈസ് സേവ്ഡ് ബട്ട് മൈ ലൈഫ് ഈസ് ലോസ്റ്റ്. ആത്മാവ് കഷ്ടി രക്ഷപ്പെട്ടു, പക്ഷേ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് നേടി? കുറച്ച് പണവും കുറച്ച് ബാങ്ക് ബാലൻസും കുറച്ച് പ്രസിദ്ധിയുമൊക്കെ. ഇപ്പോൾ എനിക്ക് വേദനയുണ്ട്. മൈ സോൾ ഈസ് സേവ്ഡ് ബട്ട് മൈ ലൈഫ് ഈസ് ലോസ്റ്റ്. ദൈവമക്കളെ, പ്രതിഫലമുണ്ട് കേട്ടോ. കാലുകൾ ഓടട്ടെ. നന്മ സുവിശേഷിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ അധ്വാനിച്ച് ഓടിയതായ കാലുകളാണ് സ്വർഗപളങ്കുന്ന തീരത്തിൻ്റെ ആ വിശുദ്ധ സ്ഥലം ചവിട്ടുന്നത്. ഞാൻ ആത്മാക്കളെ നേടുവാൻ തന്നാലാവത് ചെയ്യും. ആത്മാക്കളെ നേടുവാൻ, നാശത്തിലേക്ക് പോകുന്നവർക്ക് വേണ്ടി ദൈവമക്കളെ അധ്വാനിക്കണം. അവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻചൂടിലേക്ക് നിങ്ങൾ നയിക്കണം.
1 കൊരിന്ത്യർ 9:16-17 കൂടി വായിച്ച്. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഒരു സത്യം നിങ്ങളോട് പറയാം. നിങ്ങളുടെ അകത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ തീ കത്തുന്നുവെങ്കിൽ, രക്ഷയുടെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, നിങ്ങളിൽ പ്രകടമാകേണ്ടതായ ഒരു ലക്ഷണമാണ് ആത്മാക്കളെ നേടുവാൻ വേണ്ടിയുള്ള ജാഗ്രത, തീഷ്ണത. ദൈവത്തിന് സ്തോത്രം. നീ ആത്മാവിൽ വീണ്ടും ജനിച്ച ദൈവവൈതലിന്റെ ജീവന്റെ തുടിപ്പിലാണോ എന്നുള്ള പ്രകടമായ ലക്ഷണമാണ് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന. അതുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകൾ ഓടും. ഭാവിയുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കും. 3 കാര്യങ്ങൾ പറഞ്ഞു. 1 സെയിൻസ്, വിശുദ്ധന്മാർ. 2 സപ്ലിക്കേറ്റേഴ്സ്, ഇടനില നിൽക്കുന്നവർ. 3 സോൾ വിന്നേഴ്സ്, ആത്മാക്കളെ നേടുന്നവർ. 4-മത്തെ കാര്യം എന്താണ്? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്റെ ജനത്തെ ആശ്വസിപ്പീൻ, എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ അരുളപ്പാടാണ്. ദൈവത്തിന് സക്കുറേഴ്സ്, ദൈവത്തിന് സ്തോത്രം. സക്കൗറേഴ്സ്, SUCCOURERES എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന് സ്തോത്രം. സഹായിക്കുന്നവർ, കംഫർട്ടേഴ്സ്, തക്ക സമയത്ത് ആവശ്യക്കാർക്ക് സഹായം എത്തിക്കുന്നവർ. സക്കൗറേഴ്സ്. ഹല്ലേലൂയ. ദൈവമക്കൾ അങ്ങനെയാണ്. ദൈവം ആഗ്രഹിക്കുന്നവരാണ്. ആശ്വാസമില്ലാതെ വലയുന്നവർ അനേകരിലെ ദൈവമക്കളെ. നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച്. സാമ്പത്തികമായ ഞെരുക്കമായിരിക്കാം, രോഗത്തിൻ്റെ ഞെരുക്കമായിരിക്കാം, കുടുംബ തകർച്ചയായിരിക്കാം, മക്കളെ ഓർത്തുള്ള വേദനയായിരിക്കാം, അല്ല ആത്മീയ രംഗത്തേക്ക് വരുമ്പോഴേക്കും ജയജീവിതം കിട്ടാതെ വലയുന്നവരായിരിക്കാം, പാപത്തിൽ വീണ് നിരാശയിൽ കഴിയുന്നവരായിരിക്കാം. ആശ്വാസത്തിൻ്റെ കാലുകൾ ഓടട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കംഫർട്ട് മൈ പീപ്പിൾ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എ ഹെൽപ്പ് ഇൻ ദി റൈറ്റ് ടൈം, ഇൻ ദി റൈറ്റ് വേ. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി? വേദനിക്കുന്നവരുടെ വേദനയിൽ വേദനിച്ച് പങ്കാളികളാണ്. ഞാൻ സുഖമായിട്ട് ജീവിച്ചാൽ പോരാ, ആത്മാവിൽ ഞാൻ സന്തോഷിച്ചാൽ പോരാ, എൻ്റെ പട്ടിണി മാറിയാൽ പോരാ, എൻ്റെ കുടുംബം സമാധാനത്തോടും സമൃദ്ധിയോടും കഴിഞ്ഞാൽ പോരാ. മറ്റുള്ളവരുടെ വേദന, വേദനിക്കുന്നവരുടെ നൊമ്പരം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്തോത്രം. ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി ഇൻ ആക്ഷൻ. നല്ല ശമരിയക്കാരൻ്റെ ഉപമ കർത്താവായ യേശുക്രിസ്തു ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ? വഴിയാത്രക്കാരൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, എല്ലാം കവർന്നെടുത്തു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി റോഡരികിൽ കിടക്കുകയാണ്, രക്തം വാർന്നൊലിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പലരും വന്ന് കണ്ടിട്ടും കാണാത്തവരെ പോലെ കടന്നുപോയി. എന്നാൽ നല്ല ശമരിയക്കാരൻ വന്നു. അതെൻ്റെ പൊന്നു കർത്താവല്ലേ? ദൈവത്തിന് സ്തോത്രം. ആ പൊന്നു കർത്താവ് അടുക്കൽ വന്നു. എന്ത് ചെയ്തു? ലൂക്കോസ് 10 എടുത്ത്, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന് 33-34 വാക്യങ്ങൾ. ഒരു ശമരിയക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. ആ കാലുകൾ നിങ്ങൾക്കും ഉണ്ടാകണം. നിങ്ങൾ ചുറ്റുപാട് ഒന്ന് നോക്കിക്ക്. വീണ് കിടക്കുന്നവർ, ആത്മാവിൽ വീണ് കിടക്കുന്നവർ, രോഗശയ്യയിൽ കിടക്കുന്നവർ, വേദനയോടെ കഴിയുന്നവർ, ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ, വീടില്ലാതെ കഴിയുന്നവർ, പട്ടിണിയിൽ കഴിയുന്നവർ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു സഹായഹസ്തം നീട്ടുവാൻ നിങ്ങൾക്ക് കരുണയുടെ ഹൃദയമുണ്ടോ? അടുത്ത വാക്യം വായിച്ചേ. എണ്ണയും വീഞ്ഞും പകർന്നു അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കുറെ രക്ഷിക്കുന്ന ദൈവമക്കൾ, സഹായിക്കുന്ന ദൈവമക്കൾ, കരുതുന്ന ദൈവമക്കൾ, കാക്കുന്ന ദൈവമക്കൾ, സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമക്കൾ, തക്ക സമയത്ത് സഹായത്തിന് കരമായി ഓടിയെത്തുന്ന ദൈവമക്കൾ. എ ഗ്രൂപ്പ് ഓഫ് കംഫർട്ടേഴ്സ്. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മയിൽ ഉണർന്നു വരണം ദൈവമക്കളെ. യേശു ആഗ്രഹിക്കുന്ന കാര്യമാണ്. ലൂസി ബ്രൗൺ എന്ന് പറയുന്ന വിശുദ്ധനായിരിക്കുന്ന ദൈവദാസനുണ്ട്. ആദ്യമായിട്ടൊക്കെ ഈ ഇടയ്ക്ക് മാത്രം കൂട്ടായ്മയിൽ നിന്ന് വചനം കേട്ട ലൂസി സിസ്റ്റർ എന്ന് പറയുന്ന ഒരു സഹോദരി ചാർലി ബ്രൗണിനോട് ചോദിച്ചു, ദൈവത്തിന്റെ സ്തോത്രം, വൈ ആർ വി ഹിയർ ഇൻ ദിസ് എർത്ത്? വൈ ആർ വി ഹിയർ ഓൺ ദിസ് എർത്ത്?
നമ്മൾ ഈ ലോകത്തിലാക്കിയിരിക്കുന്നതിൻ്റെ പരമോന്നതമായിരിക്കുന്ന ലാക്ക് എന്താണ്? എന്തിനാണ് ദൈവം നമ്മൾ ഇവിടെ ആക്കിയിരിക്കുന്നത്? ചാർലി ബ്രൗൺ പറഞ്ഞത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ടു മേക്ക് അതേഴ്സ് ഹാപ്പി. ടു മേക്ക് അതേഴ്സ് ഹാപ്പി. അതല്ലേ കർത്താവ് പറഞ്ഞത്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. നിങ്ങൾ എന്തു പറയുന്നു? ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ഇവിടെ നിങ്ങൾ എങ്ങനെ എഴുന്നേൽക്കും? കർത്താവിൻ്റെ ഉള്ളം നിങ്ങളോട് വാദിച്ചു കൊണ്ടിരുന്നു. ഒരു സെയിൻ്റ് ആകാമോ? അങ്ങനെ ഒരു വിശുദ്ധനാകാമോ? മറ്റുള്ളവർക്ക് വേണ്ടി ഇടനിലയിൽ നിന്ന് മുട്ടുമേ പ്രാർത്ഥിക്കുന്നൊരു ദൈവദാസനാകാമോ? നശിച്ചു പോകുന്ന ലോകത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നേടാൻ വേണ്ടി ഒന്ന് അധ്വാനിക്കാമോ? ദൈവത്തിൻ്റെ സ്തോത്രം. വേദനിക്കുന്ന മക്കൾക്ക് ആശ്വാസം പകരം ദൈവത്തിലായി നിൽക്കാമോ? സെയിൻസ്, സപ്ലിക്കേറ്റേഴ്സ്, സോൾ വിന്നേഴ്സ് ആൻഡ് സക്കോറേഴ്സ്. നിങ്ങൾ എന്തു പറയും? നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ. കരുണ നിറഞ്ഞ ദൈവമേ, നിൻ്റെ പരിശുദ്ധമായ വചനം ഞങ്ങളോട് വാദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. എൻ്റെ പൊന്നു കർത്താവിൻ്റെ കരുണ ഇന്ന് ഞങ്ങളെ ഒന്ന് ഉണർത്തണമേ. പുതിയ തീരുമാനത്തോടെ എഴുന്നേൽപ്പാൻ കൃപ തരണമേ. അരുമനാഥനെ ആശ്വസിപ്പിക്കുന്ന കാര്യം ഞങ്ങളുടെ തലമേൽ വെക്കണമേ. പൗലോസ്യ പറഞ്ഞ പോലെ ദൈവം ഞങ്ങൾക്ക് തരുന്ന ആശ്വാസം എന്തിനാണ്? കർത്താവേ, അത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാണ് നിങ്ങളെ പഠിപ്പിച്ചല്ലോ. ആശ്വാസം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ കൃപ തരണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.